അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സിജോ, ഞാൻ കൊരട്ടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ എന്ന് ശുശ്രൂഷയ്ക്ക് വരാൻ നിന്നാലും ഗംഭീരമായ തടസ്സങ്ങളുണ്ടാവും രാവിലെ തന്നെ. അങ്ങനെ ഇന്ന് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു വേദന, ഈ കഴുത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് 2 ഷോൾഡറിൻ്റെ ഇടയിൽ ഭയങ്കരമായ വേദന. ഞാനൊരു ദിവസം പോരണ്ടെന്നൊരു തീരുമാനിച്ചാണ്. അങ്ങനെ പോയേക്കാം എന്ന് കരുതി വന്ന്, അപ്പോൾ ഇവിടെ വന്ന് ശുശ്രൂഷയ്ക്ക് അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് കഴുത്ത് വേദന ഒക്കെ എനിക്കൊന്നും തോന്നണില്ല. ഞാൻ ദൈവമേ എനിക്കൊന്നും കിട്ടണില്ലല്ലോ എന്ന് ചോദിച്ചായിരിക്കായിരുന്നു. കുർബാനയുടെ ഇടയ്ക്ക് സ്വർഗസ്ഥന അത് നമ്മുടെ ആ സമാധാനം കൊടുക്കുന്ന സമയത്ത് കുമ്പിടുമ്പോൾ തല കുമ്പിടാൻ പറ്റുകയാണ് ഞാൻ നടുവ് കുമ്പിട്ടത്. അത്ര വലിയ പെയിനായിരുന്നു. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിനെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ കൈ ഉയർത്തുന്ന സമയത്ത് എനിക്കെന്തോ തോന്നി കൈയൊന്നും മര്യാദയ്ക്ക് ഉയർത്താൻ പറ്റും. നമ്മൾ സാധാരണ പോലെ എങ്ങനെയൊക്കെ ഉയർത്തും, ചിലപ്പോൾ ഇങ്ങനെ പിടിക്കും അങ്ങനെയൊക്കെയാണ്. ഇന്ന് ശരിക്കും ഉയർത്തുന്നത് തോന്നി. ഞാൻ ബുക്ക് താഴെ വെച്ചു, കൈ ശരിക്കും ഉയർത്തി പ്രാർത്ഥന ചൊല്ലി കൈ കിട്ടപ്പോൾ ഏതാണ്ട് നമ്മൾ എന്താ പറയുക, ആകെ ഫ്രീ ആയ മാതിരി. ഒരു വേദനയില്ല, ഒരു പ്രശ്നമില്ല. ഇതൊരു സംഭവം ആദ്യമായിട്ട് ജീവിതത്തില്ല. നമ്മൾ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമുക്കറിയാം, നമുക്കെല്ലാവരും ചെയ്യണതല്ലേ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പിടിക്കും, ചിലപ്പോൾ ഇങ്ങനെ പിടിക്കും. ഇതൊന്നും എനിക്ക് തോന്നി, ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ബുക്ക് താഴെ ചേർന്ന് വെച്ചു, ഞാൻ കൈ രണ്ട് നന്നായിട്ട് ഉയർത്തി സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന കൈ വെച്ചപ്പോഴേക്കും പിന്നെ ഈ ഭാഗമൊക്കെ ആയതുകൊണ്ട് എന്ത് വിട്ടുപോയാൽ മാറി ആകെ ഭയങ്കര ഫ്രീ ആയി. ഒരു പ്രശ്നമില്ല. ഒരു പുതിയൊരു സാക്ഷ്യം പോലെ എനിക്കാണ് തോന്നുന്നത്. നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ശാരീരികമായ വേദന വരുമ്പോൾ ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി നല്ലൊരു കുർബാന കണ്ട് ആ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന ചെല്ലുമ്പോൾ 2 കൈയും മാക്സിമം എത്ര ഉയർത്താൻ പറ്റുന്ന അത്ര ഉയർത്തി അതൊന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അത് വലിയൊരു സാക്ഷ്യത്തിന് നിങ്ങൾക്ക് കാരണം എൻ്റെ ഒരു സാക്ഷിയാണ്. അതുപോലെ അത് ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുന്നു.